ന്യസ്തദണ്ഡമുനിഭർഗതിതാനുഭാവാത്മാത്മതശ്ച ജഗതാമിതി മേ വൃതോസി ഹിത്വാ ഭവൽഭ്രുവൗദീരിതകാലവേഗധ്വസ്താശിഷോബ്ജഭവനാഗപതീൻ കുതോന്യേ ജാഡ്യം വജസ്തവഗതാഗ്രജസ്തു ഭൂപാൻ വിദ്രാവ്യ ശാർംഗനിനദേന ജഹർത്ഥമാം ത്വം സിംഹോ യഥാസ്വ ബലിമീശപശൂൻ സ്വഭാഗം തേഭ്യോ ഭയാദ്യദുദധിം ശരണം പ്രപന്നഃ യദ്വാഞ്ചയാ നൃപശിഖാമണയോ അംഗവൈന്യജായന്ത നാഹുഷകയാതയാ ഐകപത്യം രാജ്യം വിസൃജ്യ വിവിശ്രുവനം അംബുജാക്ഷാസീതന്തിതേനു പദവീം തൈഹാ സ്ഥിതാഃ കിം കാന്യം ശ്രേയത തവ പാദ സരോജഗന്ധമാഘ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാസതോരുഭയമർത്ഥവിയുക്തദൃഷ്ടി തം തു അനുരൂപമഭജം ജഗതാമധീശമാനിൽ ആത്മാനമത്ര ച പരത്ര ച കാമപൂരം സ്യാന്മേതവാഘ്രീരണം ശ്രുതിഭിർഭ്രമന്തിയായോ വൈ ഭജന്തമുപയാത്യനൃതാപവർഗഃ തസ്യാസ്യുരച്യുതനൃപഭവതോപദിഷ്ടാഃ സ്ത്രീണാം ഗൃഹേഷു ഖരഗോശ്വപിടാലഭൃത്യാഃ യൽ കർണമൂലമരീകരീഷണനോപയാൽ യുഷ്മൽ കഥാമൃഡവിരിഞ്ച സഭാസു ഗീതാ ത്വക്ഷ്മശ്രുരോമനഖകേശപിനദ്ധമന്തർമാംസാസ്ഥിരകൃത കൃമിവിട്കഭവിത്തവാദം ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢയാതേ പദാബ്ജമകരന്തമജിഘ്രദീ സ്ത്രീ അസ്തു അംബുജാക്ഷ മമതേ ചരണാനുരാഗ ആത്മൻരതസ്യ മൈജാനതിരിക്തദൃഷ്ടേ യരിഹസ്യ വൃദ്ധയുവാത്തരജ്യോതിമാത്രമാമീക്ഷസേതദുഹന പരമാനുകമ്പ നൈവാളീകമഹമന്യവചസ്തെ മധുസൂദന അംബായ ഇവ ഹി പ്രായഃ കന്യായാഃ സ്യാൽ രതിക്വജിൽ വ്യൂഢായാശ്ചാപി പുംസല്യമനോഭേദി നവന്നവം ബുധോ സതീം ന ബിഭ്രയർത്താം ബിഭ്രതുഭയച്യുതഃ ശ്രീഭഗവാനുവാച സാധ്വേതശ്രോതുകാമൈസ്തും രാജപുത്രീ പ്രലംഭിത മയോദിതം യദന്വാഥ സർവം ദല സത്യമേവ ഹി യാൻ യാൻ കാമയസേ കാമന്മയ്യ അകാമായ ഭാമിനി സന്ധിഹ്യേകാന്തഭക്തായസ്തവ കല്യാണി നിത്യത ഉപലബ്ധം പതി പ്രേമ പാതിവൃത്യം ച തേനഘേ യദ്വാക്യശാല്യമാനായ നധീർമയപകരിഷിത ഏമാം ഭജന്തി ദാമ്പത്യ തപസാവ്രതചര്യ കാമാത്മാനോപവർഗേ സമോഹിതാ മമ മായയാ മാം പ്രാപ്യമാനിന്യപവർഗസമ്പദം വാഞ്ഛന്തി സമ്പദേവ തൽപതിം തേമന്തഭാഗ്യനിരേപി നൃണമാത്രാത്മകത്വനിരേ സുസംഗമഃ ദിഷ്ട്യാ ഗൃഹേശ്വര്യ സകർന്മയി ത്വയാ കൃതാനുവൃത്തിർഭവമോചനീ ഖലൈഃ സുദുഷ്കരാസൗ സുതരാം ദുരാശിഷോ ഹ്യസുംഭരായ നികൃതിഞ്ചുഷസ്ത്രിയാഃ നത്വാദൃശീം പ്രണയിനീം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനിയയാ സ്വവിവാഹകാലേ പ്രാപ്താൻ നൃപാൻ അവഗണയിരഹോ ഹരോ മേ പ്രസ്ഥാപിതോ ദ്വിജോപശ്രുതസൽക്കഥസ്യ ഭ്രാതൃവിരൂപകരണം യുധി നിർജിതസ്യ പ്രോദ്വാഹപർവണി ച തദ്വധമക്ഷഗോഷ്ഠ്യാം ദുഃഖം സമുത്ഥമസഹോസ്മദയോഗഭീത്യ നൈവാബ്രവീഹി കിമപി തേന വയം ജിതാസ്തേ ദൂതസ്ത്വയ ആത്മലഭനെ സുവിക്തമന്ത്രഃ പ്രസ്ഥാപിതോ മയി ചിരായതി ശൂന്യമേതൽ മത്വാ ജിഹാസൈതമംഗമനന്യയോഗ്യം തിഷ്ഠേതത്വൈവയം പ്രതി നന്ദയാമഃ ശ്രീസുക ഉവാച ഏവം സൗരത സംലാപൈർഭഗവാൻ ജഗദീശ്വര സ്വരതോ രമയാ രമേ നരലോകമിടംബയൻ തഥാന്യാസാമപി വിഭുഃ ഗൃഹേഷു ഗൃഹവാനിവ ആസ്ഥിതോ ഗൃഹമേധീയാൻ ധർമാം ലോകഗുരുരിഹരിഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷഷ്ടിതമോധ്യായഃ. അതുകൊണ്ട് ഭഗവാനെ ഒത്തിരി പേര് ആ കാളയുടെ ഇടികൊണ്ട് ചത്തുപോയിട്ടത്രേ കല്യാണത്തിന് വന്നിട്ടേ. അത് കൃഷ്ണന് മാത്രം ആ പരീക്ഷണം നടത്താണ്ട് വന്നു കഴിഞ്ഞാൽ ആ രാജാക്കന്മാർ പലരും നമുക്ക് ശത്രു പോവില്ലേ. അതുകൊണ്ട് കൃഷ്ണനും ആ കാളയെ കെട്ടണം. ഇതാണ് എൻ്റെ പ്രതിജ്ഞ. ആയിക്കോട്ടെ പറഞ്ഞു. നോക്കുകയച്ച് കാളകളെ വിട്ടു. 7 കാളങ്ങനെ ഒത്തി മറച്ചുകൊണ്ട് ബഹളുണ്ടാക്കിക്കൊണ്ട് വന്നു. കൃഷ്ണനോ ഒരേ സമയത്ത് 7 കൃഷ്ണനായി. എന്നിട്ടോ 7 കൃഷ്ണൻ പോയി 7 കാളെ അങ്ങോട്ട് കെട്ടി. ആകാശത്ത് നിന്ന് പുഷ്പവർഷം ചെയ്തു. ദേവന്മാർ വാഴ്ത്തി സ്തുതിച്ചു. ശ്രീകൃഷ്ണൻ ഈശ്വരനല്ലേ, അവിടത്തേക്ക് അസാധ്യ വലുതുണ്ടോ. അങ്ങനെ സത്യയുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഭഗവാന്റെ മറ്റൊരു അമ്മായിയുടെ മകൻ, വസുദേവരുടെ സഹോദരിയായ ശ്രുതകീർത്തിയുടെ മകളായിരുന്നു ഭദ്ര. ഭദ്രയും അച്ഛനും അമ്മയും എല്ലാവരും കൃഷ്ണഭക്തരാ. അതുകൊണ്ട് അവർക്ക് സന്തോഷമായിട്ട് ആ ഭദ്രയുടെ ആഗ്രഹം ഭഗവാനെ സേവിക്കലാണെന്ന് പറഞ്ഞപ്പോഴോ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെയോ മദ്രരാജകുമാരിയായ ലക്ഷ്മണയെ സ്വയംവര സദസ്സിൽ ഗരുഡൻ പണ്ട് ദേവലോകത്ത് പോയി അമൃത് അപഹരിച്ചു കൊണ്ടെന്ന മാതിരി
എതിർത്ത രാജാക്കന്മാരെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ആ ലക്ഷ്മണയെയും വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ഇപ്പം പ്രധാനം പഷ്ടമഹിഷിമാർ 8 പേരായി. ഇനി 16,100 ഭാഗ്യവതികളായ ആ ഭക്തകളെ ഭഗവാൻ സ്വീകരിച്ചു. അതെങ്ങനെയാണ്? അവരൊക്കെ നരകാസുരൻ പിടിച്ചുകൊണ്ട് പോയിട്ട് നരകാസുരൻ്റെ ജയിലിലിട്ടിട്ട് ദ്രോഹിക്കുകയായിരുന്നു. നരകാസുരൻ മഹാഭീകരനായിരുന്നു. ഭൂമിയെ മാത്രമല്ല, ദേവലോകത്തെ, സ്വർഗത്തെ, ദേവന്മാരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആൾ. അങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന അയാൾ ജയിക്കാൻ ആരുമില്ല. അദ്ദേഹത്തിന് അമ്മയുടെ സമ്മതമില്ലാതെ മരണം ഉണ്ടാവുന്നൊരു വരവും മേടിച്ചിട്ടുണ്ട്. ആരാണ് നരകാസുരൻ എന്ന് വെച്ചാൽ രസമാണ്. ഭഗവാന് തന്നെ ഭൂമിയിലുണ്ടായ മകനാണ്. വരാഹാവതാരം ഉണ്ടായല്ലോ ഭഗവാൻ വരാഹാവതാരം എടുത്തപ്പോൾ വിഷ്ണുപത്നിയല്ലേ, വിഷ്ണുവാണല്ലോ വരാഹായി വന്നത്. വിഷ്ണുവിൻ്റെ പത്നിയാണല്ലോ ഭൂമിദേവി. ഒരു ഭഗവതി ലക്ഷ്മീദേവി, ഒരു ഭാഗത്ത് ഭൂമിദേവി. ആ ഭൂമിദേവിയിലുണ്ടായ മകനാണ് ഈ നരകാസുരൻ. പക്ഷെ മഹാദുഷ്ടനായിപ്പോയി. ഇനി അമ്മയുടെ സമ്മതം ഇല്ലാതെ അവനെ കൊല്ലാനും പറ്റില്ല. അങ്ങനെ ഇരിക്കണു. ആർക്കും അവനെ ജയിക്കാൻ വയ്യ. ദേവലോകം പിടിച്ചടക്കി. എന്നിട്ടോ ഇന്ദ്രൻ്റെ അമ്മയുടെ കാടിൽ 2 തോടകളുണ്ടായിരുന്നു, കുണ്ടലങ്ങൾ. അതൊക്കെ അപഹരിച്ചു കൊണ്ടുവന്നു. സ്റ്റാറ്റസ് സിമ്പിളൊക്കെ അപഹരിച്ചു കൊണ്ടുവന്നു. വരുണഭഗവാനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വരുണഭഗവാന്റെ സിംഹാസനത്തിൽ ഒരു വെൺകൊറ്റക്കുട ഉണ്ടായിരുന്നു. അത് അപഹരിച്ചു കൊണ്ട് തൻ്റെ സിംഹാസനത്തിൽ സ്ഥാപിച്ചു. ഇങ്ങനെ സകല ലോകപാലകന്മാരെയും തൻ്റെ കീഴിലാക്കി. അഹങ്കാരം കൊണ്ട് എല്ലാവരെയും അടക്കി അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്ദ്രനും വരുണനും ദേവന്മാരെല്ലാവരും ധർമ്മസംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടി അവതരിച്ചിരിക്കണവനല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ഭഗവാന്റെ കാൽക്കൽ വന്ന് നമസ്കരിച്ച് ഭഗവാനെ ഈ നരകാസുരനൊന്ന് വധിച്ച് ധർമ്മം പരിപാലിക്കണം, മാത്രമല്ല ഞങ്ങളുടെയൊക്കെ മാനം കാക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ സത്യഭാമയും കൂട്ടിപ്പോയി. സത്യഭാമ ഭൂമിദേവിയുടെ അവതാര. ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭഗവാന്റെ എല്ലാ പരിവാരങ്ങളും വരുമല്ലോ. മഹാലക്ഷ്മി വന്നു രുക്മിണിയായിട്ട്, ഭൂമിദേവി വന്നു സത്യഭാമയായിട്ട്, അങ്ങനെ ഓരോരുത്തരും. അപ്പോൾ അതും സത്യഭാമയും കൊണ്ടുപോയി. പക്ഷേ എളുപ്പമല്ല നരകാസുരനെ ജയിക്കാനേ. 5 കോട്ടകളുണ്ട് അകത്തേക്ക് കിടക്കാനേ. ആ കോട്ടകളൊക്കെ ഭഗവാൻ തകർത്തു. സുദർശനം, ഗദ, അങ്ങനെ വല്ലതും ഉണ്ടല്ലോ ഭഗവാന്റെ കയ്യിൽ ആയുധങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ 5 കിടങ്ങ്, അതും ഒരുവിധം കടന്നു ഭഗവാൻ. അത് കഴിഞ്ഞപ്പോൾ 5 നിലയുള്ള മുരാസുരൻ, അയാളുടെ സേനാനായകൻ, അയാൾ യുദ്ധത്തിന് വന്നു. ആ മുരാസുരനെ വധിച്ചു. അങ്ങനെ ഭഗവാൻ മുരാരിയായി. മുരനെ കൊന്ന് മുരാരിയായി. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് അക്ഷൗഹിണി സൈന്യങ്ങളെ അയച്ചു. ആ അക്ഷൗഹിണി സൈന്യങ്ങളെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അപ്പോഴാണ് നരകാസുരൻ്റെ വരവ്. അത്ര എളുപ്പമല്ല നരകാസുരനെ നേരിടാൻ. നരകാസുരനുമായി പൊരിഞ്ഞ യുദ്ധം. ആ യുദ്ധത്തിൽ നരകാസുരൻ്റെ അസ്ത്രമേറ്റ് ശ്രീകൃഷ്ണൻ കുറച്ച് നേരം ബോധം കെട്ടതുപോലെ കിടന്നു. ബോധം കെട്ടതല്ല, അഭിനയ കിടന്നു. ആ സമയം നോക്കി കൃഷ്ണനെ കൊല്ലാൻ വന്നു. ആ സമയത്ത് തൻ്റെ നാഥൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യഭാമ ആയുധമെടുത്തുകൊണ്ട് നിൻ്റെ കഥ ഞാൻ കഴിച്ചിട്ടേ ഇരിക്കുള്ളൂ ഇപ്പം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവനോട് യുദ്ധം ചെയ്തു. ആ സമയം നോക്കി ഭഗവാൻ ചാടി എണീറ്റു. ഭഗവാന്റെ അഭിനയമായിരുന്നല്ലോ. അമ്മയുടെ സങ്കല്പം വേണം അവനെ കൊല്ലണമെങ്കിലേ. ഭൂമിദേവിയുടെ ഓൾറെഡി സത്യഭാമ ശപഥം ചെയ്തല്ലോ ഇതിനെ കൊല്ലുന്നത്. അങ്ങനെ സത്യഭാമയുടെ സഹായം കൊണ്ടെന്ന് വരുത്തിക്കൊണ്ട് ഭഗവാൻ സുദർശനം കൊണ്ട് നരകാസുരനെ വധിച്ചു. നരകാസുരൻ്റെ പുത്രനെ രാജാവാക്കി ഭഗദത്തനെ. ഈ രാജകുമാരിമാരെ മുഴുവനും കുളിപ്പിച്ച് പുത്തൻ പടവകൾ, പുത്തൻ പണ്ടങ്ങളൊക്കെ അണിയിച്ച് അംഗരക്ഷകന്മാരോടുകൂടി ഭടന്മാരോടുകൂടി അവരവരുടെ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കന്യകമാർ മുഴുവനും ആ ജയിലിൽ കിടന്ന് കൃഷ്ണനെ പ്രാർത്ഥിക്കുക. അവർക്ക് കൃഷ്ണൻ മാത്രമേ ശരണുള്ളൂ. അവരെല്ലാവരും കൃഷ്ണൻ്റെ മുമ്പിൽ വന്നിട്ട് എല്ലാവരും ഒരു നമസ്കാരം ചെയ്തു. ഭഗവാനെ, ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ കൊട്ടാരത്തിൽ പോകണ്ട. ഞങ്ങൾക്ക് ഭഗവാനെ സേവിച്ച് ദ്വാരകയിൽ വല്ല ജോലി, വല്ല സേവാപ്പണി തന്നാൽ മതി, ദാസിമാരാക്കിയാൽ മതി, സർവൻസ്. എന്താ കാരണം? ഒരു കാരണം ഭഗവാന്റെ മഹത്വം അറിയാം. ഭഗവാനെ സേവിച്ചാൽ ജന്മം സഫലമാകും. രണ്ടാമതോ, ഞങ്ങളിനി തിരിച്ചു പോയാൽ ഞങ്ങളെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഒരു രാജാവ് കട്ടുകൊണ്ടുപോയി കുറേ കാലം തൻ്റെ അധീനത്തിൽ വെച്ച സ്ത്രീയെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ചാരിത്രത്തെ സംശയിക്കില്ലേ? അവരുടെ പരിശുദ്ധിയെ സംശയിക്കില്ലേ? രാവണൻ്റെ അന്തഃപുരത്തിൽ 1 കൊല്ലം സീതയെ കൊണ്ടുവച്ചതിന് നാട്ടുകാരെന്തൊക്കെ പറഞ്ഞു നടന്നൂലേ? അതല്ലേ നമ്മുടെ നാട്. ശരിയോ? പരിശുദ്ധയായ ആ അമ്മേ,
അപ്പോൾ ഈ രാജകുമാരിമാരൊക്കെ കുറേ കാലത്തിന് ശേഷം തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ വരില്ലല്ലോ, സംശയിക്കില്ലേ? അവർ പറയാണ് ഞങ്ങളൊക്കെ പരിശുദ്ധകളാണ്. അത് ഞങ്ങൾക്കും അറിയാം, അവിടത്തേക്കും അറിയും, വേറെ ആർക്കും അറിയില്ല. അതല്ലേ നമ്മുടെ മനം ശുദ്ധമാണോ, നമ്മുടെ ജീവിതം ശുദ്ധമാണെന്ന് ആർക്കാ ശരിക്കറിയുക? ഒന്ന് നമുക്കറിയാം, ഒന്ന് നമ്മുടെ ഉള്ളിലിരിക്കണം ഭഗവാനും അറിയാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ പരിശുദ്ധകളാണ്. ഞങ്ങൾ ഭഗവാനെ ആശ്രയിക്കുന്നു. ഭഗവാനോ? ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ദാസിമാരല്ലാക്കണത്, നിങ്ങളെയൊക്കെ ഞാൻ വിവാഹം കഴിച്ച് പത്നിമാരാക്കും, മഹാറാണിമാരാക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ എല്ലാവരും കൂടി നരകാസുരനെ കൊന്നു കഴിഞ്ഞാൽ കുളിക്കണം, ബല കുളിക്കണം അല്ലേ? ഒരു കുളിയുണ്ടായി, അതാണ് ദീപാവളി കുളി. നരകാസുരനെ കൊന്നിട്ട് പിറ്റേ ദിവസമുള്ള കുളിയാണ് ദീപാവളി. ദീപാവളിക്ക് കുളിക്കണ്ടേ എണ്ണ തേച്ച്? അതൊക്കെ വലിയ തത്വങ്ങളാണേ. അതൊക്കെ കഴിഞ്ഞു ഭഗവാൻ ഈ സ്ത്രീകളോട് കൂടി ദ്വാരകയിലേക്ക് വന്നു. അന്ന് ഇന്നത്തെ മാതിരി ഇലക്ട്രിക് ലൈറ്റൊന്നും ഇല്ലല്ലോ, 5000 കൊല്ലം മുമ്പേ. അപ്പം എന്താ, ഭഗവാനെ രാത്രിയിൽ വരുമ്പോൾ സ്വീകരിക്കുകയാണ്. രാത്രി വരണേ. എല്ലാവരും അവരവരുടെ വീടുകളിൽ വഴികളുടെ മുമ്പിൽ എല്ലായിടത്തും വിളക്ക്, തിരി, ചരാത് ഇതൊക്കെ വെച്ച് നിറച്ച് വിളക്ക് വെച്ച് ഭഗവാനെ സ്വീകരിച്ചു. അതാണ് ദീപാവലി, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്, ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ? ദീപങ്ങളുടെ ആവലിച്ച കൂട്ടം. എല്ലാവരും ഭഗവാനെ സ്വീകരിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഒരേ മുഹൂർത്തത്തിൽ ഈ 16000 കന്യകമാരെ വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു കൃഷ്ണൻ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഒരേ സമയത്ത് ഒരു കൃഷ്ണൻ 16000 കൃഷ്ണനായി. എന്നിട്ടോ ഓരോ കൃഷ്ണനും ഓരോ കന്യകമാരെ വിവാഹം കഴിച്ചു. എന്നിട്ടോ 16000 കൊട്ടാരം, 108 കൊട്ടാരം ഉണ്ടാക്കി, ഓരോ കൊട്ടത്തിലും ഓരോ കൃഷ്ണൻ. അങ്ങനെയാണ് താമസിച്ചത്. മനസ്സിലായോ? അത് നാരദ മഹർഷി പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നരകാസുരനെയൊക്കെ കൊന്ന് ഇതൊക്കെ വീണ്ടെടുത്ത് വന്നു. അതിന് ശേഷമോ ഇന്ദ്രൻ്റെ അമ്മയുടെ കുണ്ടലങ്ങൾ കൊടുക്കണ്ടേ, വരുണൻ്റെ വെങ്കട്ടക്കൂടെ കൊടുക്കണ്ടേ? ഭഗവാൻ പോയി. പോകുമ്പോഴോ സത്യഭാമയും കൊണ്ടുപോയി. കാരണം സത്യഭാമയൊക്കെയല്ല ക്രെഡിറ്റ്, സത്യഭാമ ഇല്ലായിരുന്നെങ്കിൽ ഇവനെ കൊല്ലാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പം എല്ലായിടത്തും ചിലപ്പോൾ വലിയ സൽക്കാരം, ഗംഭീരമായ വരവേൽപ്പാ കൃഷ്ണന്. അപ്പോൾ കൃഷ്ണൻ പറയും, ഇതൊന്നും എൻ്റെ കേമത്തല്ല, ഈ സത്യഭാമയുടെ കേമത്തോ. സത്യഭാമ ഇല്ലായിരുന്നെങ്കിൽ ഞാനന്ന് ബോധം കിടക്കോ അവനെന്നെ കൊന്നേനെ. അത് സത്യഭാമയ്ക്കാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഭഗവാൻ കൊടുത്തത്. മനസ്സിലായോ? ഭാര്യമാർക്ക് ടൈമിലി അപ്രീസിയേഷൻ കൊടുക്കണം ഈ പുരുഷന്മാരെന്ന്. സ്ത്രീകൾക്കേ വീട്ടിൽ എന്താ കഷ്ടപ്പെടുന്ന അമ്മാലേ. ഇന്നത്തെ അമ്മമാർ കഷ്ടപ്പെടേണ്ടതെന്ന് അറിയില്ല. മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ അമ്മയാണ് കഷ്ടപ്പെടുന്നത്. അമ്മയ്ക്ക് കൂലിയില്ലാത്ത ജോലിയാണ്. മറ്റുള്ളവർക്കൊക്കെ ശമ്പളം ഉണ്ടല്ലേ, ഈ അമ്മയ്ക്ക് എന്താ ശമ്പളം ഉണ്ടോ? അമ്മയ്ക്ക് ശമ്പളം ഉണ്ടോ? ചീത്ത മാത്രം, വഴക്ക് മാത്രം, കുറ്റപ്പെടുത്തൽ മാത്രം അല്ലേ? മക്കൾ എന്ത് കൊടുത്താലും നന്നായില്ല എന്നുള്ള കുറ്റപ്പെടുത്തുക, ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തൽ, എല്ലാവരും കുറ്റപ്പെടുത്തലുകൾ. അങ്ങനെയല്ലേ അധികവും? അല്ല, നിങ്ങൾ അമ്മയെ നന്നായിട്ട് അമ്മേ സ്ഥലമുണ്ട് കേട്ടോ അമ്മേ എന്ന് പറയാറുണ്ടോ? അങ്ങനെ വേണം. എന്തായിരുന്നാലും സത്യഭാമയെ ഭഗവാൻ അങ്ങേറ്റം പുകഴ്ത്തി പ്രശംസിച്ചു, എല്ലാവരെയും മുമ്പിൽ വെച്ചു. വലിയ സന്തോഷമായി സത്യഭാമയ്ക്ക്. അവിടുന്ന് പോരണ സമയത്ത് ദേവേന്ദ്രൻ്റെ ഭാര്യ ഇന്ദ്രാണി നല്ല കൽപ്പവൃക്ഷത്തിൻ്റെ അസഹ്യമാണുള്ളൊരു പൂവ് കൊണ്ട് കൊടുത്തു. ആ പൂവും കൊണ്ട് വരുമ്പോൾ ദേവി പറഞ്ഞു ഭഗവാനോട്, കൃഷ്ണ ഇതിൻ്റെ ഒരു തൈ നമുക്ക് ഇവിടുന്ന് കൊണ്ടായാൽ എൻ്റെ കൊട്ടാരത്തിൽ നട്ടാ ദിവസം പൂജയ്ക്കൊക്കെ പൂവായില്ലേ? അപ്പോൾ ഭഗവാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇന്ദ്രനോട് പറയേ വേണ്ടു, ചെടി കൊണ്ട് ഇന്ദ്രൻ അവിടെ വെച്ച് നട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത്രയ്ക്കിപ്പോൾ ഒരു വിധേയത്വമാണ്. മാനം കാത്തതല്ലേ. രാസൻ്റെ മുമ്പിൽ തോറ്റ് തൊപ്പിയിട്ടിട്ട് അമ്മയുടെ കടകം കൊണ്ടെല്ലാം കട്ടുകൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നാണം കെട്ടിരിക്കുകയായിരുന്നു അല്ലേ? പക്ഷേ ഭഗവാൻ അത് പറഞ്ഞാൽ പോരെ? ഭഗവാൻ പറഞ്ഞില്ല. ഭഗവാൻ ഗരുഡനോട് പറഞ്ഞു, ഗരുഡ പോരുമ്പോൾ ആ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു തൈ പറിച്ചോളാൻ. ഗരുഡൻ അവിടെ ലാൻഡ് ചെയ്തു. എന്നിട്ടോ ഒരു തൈ പിടിച്ചപ്പോൾ കാവൽക്കാർ ഓടി വന്നു യുദ്ധത്തിന്. ഉടനെ ഇന്ദ്രൻ ഇവരറിയിച്ചു, തൻ്റെ മാനം കാത്ത ആ കൃഷ്ണൻ സർവേശ്വരനാണെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ദേവസൈന്യത്തോടുകൂടി ഇന്ദ്രൻ കൃഷ്ണനോട് യുദ്ധത്തിന് വന്നപ്പോഴോ അത്രയുണ്ട് നന്ദി. ഇതല്ലേ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം. നമുക്ക് എത്ര തന്നെ ഉപകാരം ചെയ്ത ആളായാലും ഒരിക്കൽ ഉടക്കിയാൽ കഴിഞ്ഞു കാര, പിന്നെ ശത്രുവായില്ലേ? ശരിയോ? നന്ദിയില്ലായ്മ പാടില്ല. ഭഗവാനോ ഇന്ദ്രനെ സൈന്യത്തെ ഒറ്റയ്ക്ക് അങ്ങോട്ട് തോൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് തയ്യും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഭഗവാൻ എന്തിനെങ്ങനെ ഒരു സൂത്രം അല്ലെങ്കിൽ ഒരു നാടകം കളിച്ചത്? വല്ല ആവശ്യമുണ്ടോ? ഇന്ദ്രനോട് പറഞ്ഞാൽ കൊണ്ടു കൊടുക്കൂലേ? എന്തിനാ?
ആ എല്ലാം ഭഗവാൻ ചെയ്യുന്ന ഓരോന്നിൻ്റെ പുറകിലും വലിയ വലിയ തത്വങ്ങളാണ്. എന്താ? നമ്മുടെ അഹങ്കാരം കളയണത് തന്നെ. ഭക്തൻ്റെ അഹങ്കാരം പാടില്ല. ഹൃത്വാകൽപ്പതരും രുഷാഭിപതിതം മിഥ്യിത്വേന്ദ്രമഭ്യാഗമം തത്തു ശ്രീമദദോഷ ഈദൃശൈരി വ്യാഖ്യാതുമേവാകൃത. മൽപ്പത്തൂർ പറയുക, കുറച്ച് കാശും കുറച്ച് അധികാരമൊക്കെ കയ്യിൽ വന്നാൽ പിന്നെ എല്ലാവരെയും മറക്കും, ദൈവത്തിനെയും മറക്കും. മനസ്സിലായോ? ഇന്ദ്രപദവിയുടെയും ആ ഐശ്വര്യത്തിൻ്റെയും അഹങ്കാരം കൊണ്ടത്രേ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ച അനുഗ്രഹിച്ച ഈശ്വരനെ പോലും മറന്ന് വെല്ലുവിളിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടതെന്ന് കണ്ടോ. അപ്പോഴോ അവനെ എല്ലാം ഇല്ലാണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ പാഠം പഠിയും. ധനികനെ ദരിദ്രനാക്കുക, അല്ലേ, പിച്ചക്കാരനാക്കുക. ഏറ്റവും ടോപ്പിലിരുന്ന ആളിപ്പം തെരുവിൽ തെണ്ടി നടക്കേണ്ടി വരിക. അപ്പോൾ പിന്നെ അഹങ്കാരം ഉണ്ടാവുമോ? അതാ ഭഗവാൻ പഠിപ്പിക്കണം ഓരോന്നും. ഭഗവാൻ ഓരോ ലീലയിലൂടെ. എന്താ നരകാസുരവധത്തിൻ്റെ തത്വം? വലിയ തത്വമാണ്. എല്ലാ കഥയ്ക്കും ഇങ്ങനെ തത്വം പറയുന്നത് നമുക്ക് സമയം 7 ദിവസമൊന്നും പോരാ കേട്ടോ. എന്നാലും ഇതൊന്നും ഓർക്കണം. നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസിൻ്റെ പുറകിലും വലിയ സ്പിരിച്വൽ മെസ്സേജ് ഉണ്ട്, ആധ്യാത്മിക സന്ദേശമുണ്ട്, അല്ലേ? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് അല്ലേ ദീപാവലി? വിളക്കൊക്കെ നമ്മൾ നിറച്ച് വയ്ക്കും, എണ്ണയൊക്കെ തേച്ച് കുളിക്കുകയും ചെയ്യും, നല്ലോണം സ്വീറ്റൊക്കെ വിതരണം ചെയ്യും. പക്ഷേ എന്തിനാ അറിയില്ല. ഓണം ആഘോഷിക്കണ പോലെ തന്നെ ഓണത്തിൻ്റെ തത്വം കണ്ടില്ലേ നമ്മൾ? ഇതുപോലെ തന്നെ അർത്ഥം അറിയില്ല. നോക്കണം, ഈ നരകാസുരൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഈ ദേഹത്തെ ഞാനെന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന അഹങ്കാരമാണ്. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പേരെന്താ? പ്രാഗ് ജ്യോതിഷപുരം എന്നാണ്. എന്താ പേര്? പ്രാഗ് ജ്യോതിഷപുരം. ജ്യോതിഷം വെച്ചാൽ പ്രകാശം. പ്രകാശം കടന്നെത്താത്ത സ്ഥലം. അതേതാ? ഇരുട്ട്. പ്രാഗ് മുമ്പ്. വെളിച്ചം വരുന്നതിന് മുമ്പ് അവിടെ എന്താ ഉള്ളത്? ഇരുട്ട്. വെളിച്ചം വരുമ്പോഴല്ലേ ഇരുട്ട് പോവുക. അപ്പോൾ ഇരുട്ടിലാണ് ഈ നരകാസുരൻ ഇരിക്കുന്നത്. ഇരുട്ടത്താണ് ഈ അഹങ്കാരം ഇരിക്കുക. ഈ ഇരുട്ട് ഏതാ? അജ്ഞാനം. ജ്ഞാനം വന്നാൽ പിന്നെ അഹങ്കാരത്തിൽ നിലനിൽപ്പില്ല. ഉണ്ടോ? വെളിച്ചം വന്നാൽ ഇരുട്ട് നിൽക്കില്ല. ഇതുമാതിരി ഉള്ളിൽ അജ്ഞാനം കൊണ്ട് ആണല്ലോ ആത്മാവിനെ മറക്കലാകുന്ന, ഈശ്വരനെ മറക്കലാകുന്ന അജ്ഞാനം കൊണ്ടാണ് ദേഹത്തിലുള്ള അഭിമാനമാകുന്ന അഹങ്കാരം നമ്മളിലൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലാവുണ്ടോ? ആ പ്രാഗ് ജ്യോതിഷപുരത്തിലാണ്. ഇനി ഇവൻ ഭഗവാന് ഭൂമിയിലുണ്ടായ മകനാണ്. അഹങ്കാരം എവിടെ നിന്നുണ്ടായ? വളരെ ചിന്തിക്കേണ്ട വിഷയം. ജഡമായ ദേഹവും ചൈതന്യമായ ആത്മാവും തമ്മിൽ സമ്പർക്കം ഉണ്ടാവുമ്പോഴേ ജഡമായ മനസ്സിൽ ഞാനെന്നൊരു തോന്നലിന് അവസരമുള്ളൂ. നോക്കൂ, നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ ജഡമല്ലേ, ജീവനില്ലാത്തതല്ലേ? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഭഗവാൻ ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ, ആ ഭഗവാന്റെ ചൈതന്യം ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ, കറണ്ട് ബൾബിലൂടെ ഒഴുകി വരുമ്പോൾ പ്രകാശം ഉണ്ടാവണ മാതിരി, ഫാൻ തിരിയണ മാതിരി, മൈക്ക് ശബ്ദം തരണ മാതിരി നമ്മുടെ ശരീര മനോബുദ്ധികൾക്ക് പ്രവർത്തിക്കാൻ കഴിവ് തരുന്നത് ഈശ്വരനാണ്. അപ്പോൾ ആ ഈശ്വര സാന്നിധ്യത്തിൽ സചേതനമാവും മനസ്സ്. ആ സചേതനമായ മനസ്സിൽ അഥവാ അന്ധഃകരണത്തിൽ ഉയരുന്ന ആദ്യ വൃത്തിയാണ്, ചിന്തയാണ് ഞാനെന്ന ചിന്ത, അല്ലേ? ആണ് ഈ മറ്റ് ചിന്തകളിലും മനസ്സിലെ ഇതര ചിന്തകളിലും ഈ ശരീരത്തിലും അഭിമാനിച്ചുകൊണ്ട് ഞാനെൻ്റെ എന്ന് അഹങ്കരിച്ച് നടക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ ചൈതന്യം ഈ ജഡമായ ശരീരത്തിലൂടെ പ്രകടമായില്ലെങ്കിൽ ഞാനെന്ന അഹങ്കാരം ഉണ്ടാവുമോ? ആ ആത്മചൈതന്യം ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ കുട്ടിയല്ലേ അഹങ്കാരം? ജരാസന്ധൻ ഭഗവാന്റെ കുട്ടിയാന്ന് പറഞ്ഞാൽ തത്വം മനസ്സിലായോ? ഭൂമിയുടെ മകനാണ്. ഭൂമി ശരീരം പഞ്ചഭൂതം ഉണ്ടായതാണ്, അല്ലേ? അതെ. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോഴാണ് ഉണ്ടായത്. അഹങ്കാരം എങ്ങനെ ഉണ്ടാവുന്നു? അനാത്മാവും ആത്മാവും തമ്മിലുള്ള അൺഹോളി വെറ്റ് ലോക്ക് എന്നൊക്കെയാണ് പൂജ ഗുരുദേവൻ പറയുക, കാവ്യാത്മകമായിട്ട്. എന്ത്? അവിഹിത ബന്ധം. മനസ്സിലായോ? ആത്മാവും ശരീരം അനാത്മാവും അത് തമ്മിൽ ഉണ്ടായ അവിഹിത ബന്ധത്തിൽ നിന്നുണ്ടായ സന്തതിയാണത്രേ ഈ അഹങ്കാരം എന്ന് പറയാൻ. എന്താ അർത്ഥം? ആ ചൈതന്യം ശരീരമനോബുദ്ധി മനസ്സിലൂടെ പ്രവർത്തിക്കുമ്പോൾ ആ സചേതനമായ മനസ്സിൽ ഉയർന്ന ഞാനെന്ന ആ വിചാരം ജയാദികളിലൊക്കെ അഭിമാനിച്ച് ആ സാക്ഷിയായ ഭഗവാനെ മറന്നിരിക്കുക. അപ്പോൾ ഭൂമിദേവിക്ക് ഈശ്വരനിലുണ്ടായ മകനാണെന്ന് പറഞ്ഞാൽ നല്ല ശരിയാ. ഭൂമി ഈ ശരീരം, ഭഗവാൻ ആത്മാവ്, പുത്രൻ അഹങ്കാരം. ഭഗവാൻ ഇല്ലെങ്കിൽ ആത്മാവിൽ നമ്മളുണ്ടോ? ഇല്ലല്ലോ. നമ്മളാക്കണ ഭഗവാനല്ലേ, അത് നമ്മൾ അറിയൂലല്ലോ, ഓർക്കൂലല്ലോ.
ആ ഭഗവാനെ തന്നെ മറക്കും, ആ ഭഗവാൻ തന്നെ വെല്ലുവിളിക്കും നമ്മളിട്ട്. അതാണ് നരകാസുരൻ ചെയ്തത് അല്ലേ? 5 കോട്ടയും 5 കടങ്ങും കടക്കണം, പിന്നെ 5 നിലയുള്ള മുരനെ കൊല്ലണം, പിന്നെ കുറേ സൈന്യങ്ങളെ കൊല്ലണം, എന്നാലേ ഇവനെ നേരിടാൻ പറ്റുള്ളൂ. എന്താ ഈ 5 ശബരിമലയുടെ തത്വം ഇതൊക്കെ തന്നെയാണ്. 18 പടിയൊക്കെ ഉണ്ടല്ലോ. എന്താ 5? ആദ്യം 5 കോശ, ഈ പഞ്ചഭൂത ശരീരത്തിന് നമ്മൾ അഭിമാനം കളയണം, പഞ്ചകോശങ്ങളെ അതിവർത്തിക്കണം എന്നർത്ഥം. 5 കോശങ്ങളുണ്ട്. പിന്നെയോ 5 ഇന്ദ്രിയങ്ങളെ ജയിക്കണം. പിന്നെയോ 5 പ്രാണനുണ്ട്, പ്രാണായാമം കൊണ്ട് പ്രാണനെയും ജയിക്കണം. ഇത്രയും കഴിഞ്ഞാലോ കുറേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനെന്ന വൃത്തിയെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് അതർ തോട്ട്സ് ഉണ്ട് അല്ലേ, ഇതര വൃത്തികളുണ്ട് ശാസ്ത്രീയമായിട്ട്. ആ വിചാരങ്ങളൊക്കെ സൈന്യം. ഇതിനൊക്കെ നശിപ്പിച്ചിട്ട് അവസാനമാണ് അഹങ്കാരത്തെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഹങ്കാരത്തെ കൊല്ലാൻ സുദർശനം അയച്ചു ഭഗവാൻ ഇവനെ കൊല്ലാൻ. സുദർശനം വെച്ചാലോ നല്ല ദർശനം, ഭഗവത് ദർശനം. ആത്മദർശനത്തിൽ എന്തുണ്ടാവും? അഹങ്കാരം പോകും. അപ്പോഴോ ആ അജ്ഞാനം നീക്കി ജ്ഞാനത്തിൻ്റെ സ്നാനം, ജ്ഞാനസ്നാനമാണ് ദീപാവലി കുളി. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നർത്ഥം. അല്ലാണ്ട് വെറുതെ കുളിച്ചോണ്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ അജ്ഞാനം നീങ്ങണം, നമ്മുടെ ഉള്ളിലെ പഞ്ചകോശ വിവേകം ചെയ്യണം, പ്രാണനെ ജയിക്കണം, പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. അങ്ങനെ മനസ്സ് അന്തർമുഖമായി ആ വൃത്തികളെയൊക്കെ ജയിക്കാൻ എന്താ വഴി? വൃത്തി സാക്ഷിയായ ഭഗവാനെ നിരന്തരം ഓർമ്മിച്ചാൽ മതി. എല്ലാ വൃത്തികളും അഹം വൃത്തിയെ ആശ്രയിച്ചിരിക്കുക. ഞാനെന്ന വൃത്തിയെ ആശ്രയിച്ചാണ് മറ്റെല്ലാ വൃത്തികളും ചിന്തകളും ഇരിക്കണതേ. ആ അഹം വൃത്തിയിലേക്ക് കേന്ദ്രീകരിച്ചാൽ അന്യ ചിന്തകളില്ലാണ്ടാവും. പിന്നെയോ ആ അഹം വൃത്തിയും ഇല്ലാണ്ടാവും അഹത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാനെ ആശ്രയിച്ചാൽ. മനസ്സിലായോ? അതാണ് നരകാസുരവധം. അപ്പോൾ മോചിപ്പിച്ചതാര്യ? ഈ വൃത്തികളെയൊക്കെ ഇവൻ്റെ അഹംവൃത്തിയുടെ അധീനതയിൽ വെച്ചിരിക്കുകയാണല്ലേ. 16,100 എന്ന് പറഞ്ഞാൽ എന്താ? അനന്തം എന്നേ അർത്ഥമുള്ളൂ ഇവിടെ. മനസ്സിലായോ? ഇപ്പോൾ സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ പുരുഷ, സഹസ്രപാദെന്ന് പുരുഷ സൂക്തം പറഞ്ഞാൽ 1000 തലയും 1000 കണ്ണും 1000 കാലും 1000 കൈയുള്ള ആളെന്നാണ് പറഞ്ഞത് അവിടെ. 1000 തലയാണെങ്കിൽ 2000 കണ്ണ് 2000 കാലും 2000 കൈയൊക്കെ അല്ലേ ഉള്ളത്. പക്ഷെ അവിടെ അങ്ങനെയല്ല പറഞ്ഞേക്കണത്. അപ്പോൾ 1000 എന്ന അക്ഷരാർത്ഥമല്ല, ആയിരക്കണക്കിന് എന്നർത്ഥം അവിടെ. മനസ്സിലായില്ലേ? ഇതുമാതിരി 16,000 എന്നൊക്കെ പറഞ്ഞെത്ര അനവധി. മനസ്സിലെ ചിന്തകൾ അനവധിയല്ലേ. ഈ ചിന്തകളെയൊക്കെ അഹങ്കാരത്തിൻ്റെ പിടിയിൽ നിന്ന് റിലീസ് ചെയ്തു. മനസ്സിലായോ? അപ്പം എന്തായി? ആ ചിന്തകളൊക്കെ സാക്ഷിയായ ഭഗവാനെ, കൃഷ്ണൻ നമ്മുടെ ഉള്ളിലെ സാക്ഷിയായ ആത്മാവാണ്, അവനെ ആശ്രയിച്ചു. അവർക്കൊക്കെ പട്ടമഹിഷി സ്ഥാനം കൊടുത്ത് കൃഷ്ണൻ ഭാര്യമാരാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ആ ചിന്തകളൊക്കെ ആ സാക്ഷിയായ ഭഗവാനോട് ചേർന്നു. അതാ തത്വം.